ഇത് നമ്മൾ പോകുന്നത് ഈ മൈക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണാം. പിന്നെ ഇതിൻ്റെ സൗണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ബോയയുടെ BY-M1 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ഇത് നമുക്ക് ഫോണിലേക്ക് DSLR-ലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട്. 1995 പ്രൈസ് എഴുതിയിരിക്കുന്നത്. നമുക്കിത് കിട്ടിയത് 789 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം തന്നെ പുറത്തെടുക്കുമ്പോൾ ഒരു പൗച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മാനുവൽ കൂടെ വെച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ അവിടെ തന്നെ എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിൽ വയർ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട്. പിന്നെ വാറണ്ടി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പേപ്പർ വേണ്ട. ഇത് അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ അതിൻ്റെ എഴുത്തും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബാറ്ററി ഇടാനുള്ളൊരു സ്ലോട്ടാണ് ഇത്. ഇതും DSLR-ൽ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ബാറ്ററി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചു. നമ്മളിപ്പോൾ DSLR-ലല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് അതിൽ. DSLR ആണെങ്കിൽ ഓൺ ചെയ്ത് വയ്ക്കാം. പിന്നെ മൈക്കിൻ്റെ ഒരു ഫിൽറ്റർ, ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, നമ്മുടെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അതിൽ ആദ്യം ഫിക്സ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം നോക്കുന്നതാണ്. പിന്നെ പൊട്ടിയതിന് ശേഷം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നോക്കിയതിന് ശേഷം ഫിറ്റ് ചെയ്യാം. ഇത് ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ ഫോൺ iPhone XS ആണ്. അതുകൊണ്ട് ഈ ടൈപ്പ് കേബിളാണ് വരുന്നത്, ലൈറ്റ്നിങ് കേബിൾ. അപ്പോൾ നമ്മളുടെ ഓഡിയോ ജാക്ക് അതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല, 3.5 mm. സോ ഞാൻ എൻ്റെ വേറൊരു ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ ഓഡിയോ എൻ്റെ ഈ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. ഈ ഫോണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഐഫോണിൻ്റെ 5S ആണ് ഇത്. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വോയിസ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു വോയിസാണ്. ഞാനിത് എൻ്റെ അടുത്തേക്ക് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ വീഡിയോ ആണ്. ഇത് നമ്മുടെ വീടിനുള്ളിലുള്ള ഒരു റെക്കോർഡിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിൽ നല്ല ഹൈ വോളിയം നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ സൗണ്ടിലൂടെ ചെക്ക് ചെയ്യാം. ഇനി ഇത് തന്നെ നമുക്ക് പുറത്ത് എൻ്റെ ആവശ്യത്തിന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതോ വണ്ടിയുടെ അടുത്തോ ആണെങ്കിൽ എന്താ ഡിഫറൻസ് വരുന്നതെന്ന് കാണാം. കൂടെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഈ ബാറ്ററി ഈ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ നിങ്ങൾ കേട്ടത് ഈ ഒരു ബട്ടൺ ഓഫിലാണ്. ഇതിൽ ബാറ്ററി ഇട്ടിട്ടില്ല. ബാറ്ററി ഞാനിപ്പോൾ ഇടാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്ക് പുറത്തത്തെ വീഡിയോ നോക്കാം. ഇവിടെ മേലെ എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് മേലേക്ക്.
ചെക്ക് ചെയ്യാൻ പോവാം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചില ഹൈ സൗണ്ട് വരുമ്പോൾ ഇതിനൊരു നമുക്ക് ചെറിയൊരു ഒരു കരകരപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കാം, നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് എന്താ ഡിഫറൻസ് എന്ന് നോക്കാം. നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന്. ഇതിപ്പോ നോർമൽ ഇതിലാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഹൈ വോളിയത്തിൽ തന്നെയാണ് പോകുന്നത്. വണ്ടിയുടെ എൻജിൻ്റെ അടുത്താണ്. സൗണ്ട് വളരെ ഹൈ സൗണ്ടാണ്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ നോക്കാം ഇതിൽ. അപ്പോൾ ഈ കണ്ടതാണ് ബോയയുടെ മൈക്കിൻ്റെ രണ്ട് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. മൈക്ക് കുറച്ച് സൗണ്ട് കൂടുതലാണ്. ഇതിൽ വേറെ സൗണ്ട് കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഹൈ സൗണ്ട് വരുന്ന ഏരിയയിൽ ഈ സൗണ്ട് ഫുള്ളായിട്ട് ട്രബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പർപ്പസ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്യാം. പുറത്ത് കുറച്ച് വണ്ടിയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു പ്രശ്നം വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഒക്കെ അടിയിൽ കമൻ്റായിട്ട് എഴുതാം. അടുത്ത വീഡിയോയിൽ കാണാം.